ബിജെപിക്കെതിരായ വോട്ടുകൾ എങ്ങനെ ഛിന്നഭിന്നമാക്കാമെന്നതാണ് കോൺഗ്രസിന്റെ ചിന്തയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ബിജെപിക്ക് സ്ഥാനാർത്ഥിയില്ലാത്ത വയനാട്ടിൽ മത്സരിക്കുന്നതിലൂടെ രാഹുൽ രാജ്യത്തിന് നൽകുന്നത് തെറ്റായ സന്ദേശം. ദില്ലിയിലും യുപിയിലും കോൺഗ്രസ് കൈക്കൊണ്ട സമീപനം ബിജെപിയെ സഹായിക്കുന്നത്. ബിജെപി തകരണമെന്നതിന് ഉതകുന്ന നിലപാടാണോ കോൺഗ്രസ് കൈക്കൊള്ളുന്നതെന്ന് പരിശോധിക്കണമെന്നും മുഖ്യമന്ത്രി പത്തനംതിട്ടയിൽ പറഞ്ഞു. രാഹുൽ ഗാന്ധി ഇവിടെ മത്സരിക്കാൻ വന്നു. ഇവിടെ മത്സരിക്കുന്നത് ഇടതുപക്ഷത്തോട് മത്സരിക്കാൻ വന്ന രാഹുൽ ഗാന്ധി പരസ്യമായി പറയാണ്, ഇടതുപക്ഷത്തെ കുറിച്ച് അക്ഷരം എതിരായിട്ട് പറയില്ല. നിങ്ങൾ മത്സരിക്കാൻ വന്നത് ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ പറ്റുമോ നോക്കാനാണല്ലോ. ഇടതുപക്ഷത്തെ പരാജയപ്പെടുത്താൻ നോക്കുമ്പോ, അത്തരമൊരു തെരഞ്ഞെടുപ്പിൽ നിങ്ങൾ മത്സരിക്കുമ്പോ രാജ്യത്ത് നൽകുന്ന സന്ദേശം എന്താ? ഇടതുപക്ഷം പരാജയപ്പെടുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങളുമായി ഗീവർഗീസ് ചേരുകയാണ്. ഗീവർഗീസ്, എന്തെല്ലാം കാര്യങ്ങളാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പത്തനംതിട്ടയിൽ പറഞ്ഞിരിക്കുന്നത്? പ്രിയ, മതനിരപേക്ഷത തകർക്കുന്ന നിലപാടുകളാണ് RSS സ്വീകരിക്കുന്നതെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് പത്തനംതിട്ട റാന്നിയിൽ നടന്ന തെരഞ്ഞെടുപ്പ് പൊതുയോഗത്തിൽ പറയുന്നത്. വീണ ജോർജിന്റെ തെരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഭരണഘടന പൊളിച്ചെടുക്കണമെന്നാണ് RSS പറയുന്നതെന്നും ജനങ്ങളെ ഭിന്നിപ്പിക്കാനാണ് RSS ശ്രമിക്കുന്നതെന്നും ന്യൂനപക്ഷം നേരെ നടക്കുന്ന വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ ഇതിന് ഉദാഹരണം തന്നെയാണെന്നും അദ്ദേഹം വ്യക്തമാക്കുകയുണ്ടായി. അതേസമയത്ത് സംഘപരിവാർ വർഗീയ ഭ്രാന്ത് രാജ്യത്ത് ഉയർത്തിക്കൊണ്ടിരിക്കുകയാണെന്നും ഇത് ഒരു അപകടകരമായ അവസ്ഥയിലേക്കാണ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതിനും ഇതിനെതിരെയുള്ള മറുപടി ഈ തെരഞ്ഞെടുപ്പിലൂടെ നൽകണമെന്നും പിണറായി വിജയൻ പറയുകയുണ്ടായി. ശരി, വിവരങ്ങളാണ് ഗീവർഗീസ് നൽകിയത്. രാഘവനെതിരായ ആരോപണത്തിൽ സിപിഐഎമ്മിനെ കുറ്റപ്പെടുത്തുന്നത് പരിഹാസ്യമെന്ന് സിപിഐഎം കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ. MK രാഘവൻ നടത്തിയത് നഗ്നമായ തെരഞ്ഞെടുപ്പ് അഴിമതിയാണ്. രാഘവന്റെ കരച്ചിൽ തിരക്കഥ പ്രകാരം തയ്യാറാക്കിയതാണെന്നും മോഹനൻ മാസ്റ്റർ. ചാനൽ ദൃശ്യങ്ങൾ പുറത്ത് വന്നതിന് ശേഷം ഇപ്പോൾ 2 ദിവസം ആവുന്നു, അല്പനേരം കൂടി കഴിഞ്ഞാൽ 2 ദിവസമാകും. ജനങ്ങൾക്ക് ബോധ്യപ്പെടാവുന്ന ഒരു വിശദീകരണവും നൽകാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. അദ്ദേഹം കരയാണ് ചെയ്യുന്നത്. ഈ കരച്ചിൽ മുൻകൂട്ടി തയ്യാറാക്കിയ ഒരു തിരക്കഥ മാത്രമാണ്. ഇവിടെ നഗ്നമായ തെരഞ്ഞെടുപ്പ് അഴിമതിയാണ് യഥാർത്ഥത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. അത്തരമൊരു സാഹചര്യത്തിൽ അദ്ദേഹം MP സ്ഥാനം രാജിവെക്കുകയാണ് മാനമര്യാദയുള്ള ഒരു പൊതുപ്രവർത്തകൻ ചെയ്യേണ്ടത്. അദ്ദേഹത്തിൻ്റെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് കോൺഗ്രസ് പാർട്ടി തയ്യാറാവുകയാണ് വേണ്ടത്. വിവരങ്ങളുമായി കുട്ടൻ ചേരുകയാണ്. കുട്ടൻ, ഈ MK രാഘവന്റെ വിഷയവുമായി ബന്ധപ്പെട്ട് CPM-നെതിരെയുള്ള ആരോപണം തെളിയിക്കട്ടെ എന്നാണ് ഇപ്പോൾ മോഹൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. അദ്ദേഹം വെല്ലുവിളിച്ചിരിക്കുകയാണ് MK രാഘവനെ. ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇന്ന് അദ്ദേഹം പറഞ്ഞ മറ്റു കാര്യങ്ങൾ എന്തൊക്കെയാണ്? പ്രിയ, കോഴിക്കോട്ടെ UDF സ്ഥാനാർത്ഥി MK രാഘവൻ കോഴ വിവാദത്തിൽ കുടുങ്ങിയ സംഭവത്തിൽ ഈ ആരോപണങ്ങൾക്ക് പിന്നിൽ CPIM ആണെന്ന ആരോപണം ബാധിച്ചുമെന്നാണ് ഇപ്പോൾ CPIM ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. ഈ ആരോപണം തെളിയിക്കാൻ MK രാഘവനെ വെല്ലുവിളിക്കുകയാണ്. ആരോപണങ്ങൾക്ക് മറുപടി പറയാതെ രാഘവൻ കരച്ചിൽ നാടകം നടത്തുകയാണെന്നും പി മോഹനൻ മാസ്റ്റർ ആരോപിച്ചു. TV9 വാർത്തയെ അഭിനന്ദിച്ച കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ് പൃഥ്വിരാജ് ചൌഹാന്റെ നിലപാടിന് പിന്നിലും CPIM ആണോ എന്ന് രാഘവൻ വ്യക്തമാക്കണമെന്നും മോഹനൻ മാസ്റ്റർ പറഞ്ഞു. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ചെലവിനായി 20 കോടി രൂപ ചെലവഴിച്ചു എന്ന് MK രാഘവൻ ചാനൽ പ്രതിനിധികളോട് ഒളിക്യാമറ ഓപ്പറേഷനിൽ പറയുന്നുണ്ടായിരുന്നു. ഈ രൂപ എവിടെ നിന്ന് സമാഹരിച്ചുവെന്ന് വ്യക്തമാക്കാൻ രാഘവൻ തയ്യാറാവണം. അതുപോലെ തന്നെ ഈ ഹോട്ടൽ ശൃംഖലയുടെ മറവിൽ 5 കോടി രൂപ ഓഫർ നൽകിയപ്പോൾ അത് സ്വീകരിക്കാൻ രാഘവൻ എന്തുകൊണ്ടാണ് തയ്യാറായതെന്ന് പൊതുജനത്തോട് വിശദീകരിക്കണമെന്നും മോഹനൻ മാസ്റ്റർ പറഞ്ഞു. ഈ കോഴിക്കോട്ട് MK രാഘവന്റെ വിഷയത്തിൽ നടന്നത് നഗ്നമായ അഴിമതിയാണ്. അതുകൊണ്ട് തന്നെ സ്ഥാനാർത്ഥിത്വത്തിൽ നിന്നും രാഘവനെ പിൻവലിപ്പിക്കാൻ കോൺഗ്രസ് നേതൃത്വം തയ്യാറാകണമെന്നും ഇതുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകിയിട്ടുണ്ട് എന്നും മോഹനൻ മാസ്റ്റർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രിയ, ശരി, രാഘവനെതിരായ ആരോപണത്തിൽ CPIM-നെ കുറ്റപ്പെടുത്തുന്നത് പരിഹാസ്യമെന്ന CPIM കോഴിക്കോട് ജില്ലാ സെക്രട്ടറി പി മോഹനൻ മാസ്റ്റർ. MK രാഘവൻ നടത്തിയത് അജ്ഞമായ തെരഞ്ഞെടുപ്പ് അഴിമതിയാണെന്നും CPIM-നെതിരായ ആരോപണം രാഘവൻ തെളിയിക്കണമെന്നും മോഹനൻ മാസ്റ്റർ പറഞ്ഞിരിക്കുകയാണ്. വിശദാംശങ്ങളാണ് PV കുട്ടൻ നൽകിയത്.
MK രാഘവൻ 5 കോടി രൂപ കോഴ ആവശ്യപ്പെട്ട സംഭവത്തിൽ കളക്ടർ ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് പ്രാഥമിക റിപ്പോർട്ട് നൽകും. ഒളിക്യാമറ ദൃശ്യങ്ങളുടെ ആധികാരികത ഉറപ്പാക്കാൻ ശാസ്ത്രീയ പരിശോധന നടത്തും. MK രാഘവന്റെ കോഴ വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. കോഴിക്കോട് മാധ്യമപ്രവർത്തകരുടെ ചോദ്യങ്ങളിൽ നിന്ന് രമേശ് ചെന്നിത്തല ഒഴിഞ്ഞുമാറി. ക്ഷുഭിതനായ ചെന്നിത്തല വാർത്താസമ്മേളനത്തിൽ നിന്ന് എഴുന്നേറ്റുപോയി. അത് ഞാൻ പറഞ്ഞല്ലോ, മുഖത്ത് വെച്ച് പറഞ്ഞല്ലോ, എപ്പോഴും അത് ആവർത്തിക്കേണ്ട കാര്യമില്ല. ശരിയെന്നാ, മാധ്യമങ്ങളെല്ലാം ഉണ്ടായിരുന്നു, അവർക്ക് കിട്ടിയതാണ്. ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കണം, തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതല്ല, ഇനി ഇത് കൂടുതൽ കാര്യങ്ങൾ ഓരോ സ്ഥാനാർത്ഥിയെ പറ്റി CPM ഇങ്ങനെ പുറത്തു കൊണ്ടുവരാനുള്ള സ്ഥിരം പരിപാടിയാണ്. MK രാഘവനെ കോഴിക്കോട് ജനങ്ങൾക്കറിയാം. 10 വർഷം ഇവിടെ MP ആയിരുന്നു, നിങ്ങൾക്കൊക്കെ അറിയാവുന്ന ആളാണ്. ഇങ്ങനെയുള്ള ഉണ്ടയില്ല വെടിയൊന്നും ഇവിടെ നടക്കാൻ പോകുന്നില്ല. ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പം, ഇത് ജനങ്ങൾ അദ്ദേഹത്തോടൊപ്പമാണ്. അത് ഞാൻ പറയാം, നിങ്ങൾ എല്ലാവരും ചോദിക്കേണ്ട ഒറ്റ കാര്യം എനിക്ക് പറയാനുള്ളത്, ഒറ്റ കാര്യം. ഒരു തെരഞ്ഞെടുപ്പാകുമ്പോൾ ഇതുപോലെ ധാരാളം ആരോപണങ്ങൾ CPMന്റെ ഭാഗത്തു നിന്നും അവരാലോചിച്ച് പുറത്തു കൊണ്ടുവരാറുണ്ട്. ഞങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് മത്സരിക്കുമ്പോൾ ചെയ്യാറുള്ളതാണ്. അതുകൊണ്ട് ഇതിനൊന്നും വലിയ ഗൗരവം ഞങ്ങൾ കൊടുക്കുന്നില്ല, ജനങ്ങളും കൊടുക്കില്ല. അതേ ഞാൻ പറയും, ഇതൊരു ഉണ്ടയില്ല വെടിയാണ്, ഇതൊന്നും നടക്കുന്ന കാര്യമല്ല. താങ്ക് യു. എനിക്കിതേ സംബന്ധിച്ച് പറയാനുള്ളതൊക്കെ ഞാൻ മുഖത്ത് വെച്ചും പറഞ്ഞു, ഇവിടെ വെച്ചും പറഞ്ഞു. ഇനി എനിക്ക് ഇതിനെപ്പറ്റി ഒന്നും പറയാനില്ല. താങ്ക് യു വെരി മച്ച്. മേഘ ചേരുകയാണ് ഇതിന്റെ കൂടുതൽ വിവരങ്ങളുമായി. മേഘ, മാധ്യമപ്രവർത്തകർ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊന്നും യാതൊരു മറുപടിയും പറയാതെ, അല്ലെങ്കിൽ വ്യക്തമായ മറുപടി പറയാതെ എഴുന്നേറ്റ് പോകുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് ഇപ്പോൾ നമ്മൾ ദൃശ്യങ്ങളിൽ കണ്ടത്. ഇന്നലെ MK രാഘവന്റെ വാർത്താ സമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ MK രാഘവനോട് നേരിട്ട് കാര്യങ്ങൾ ചോദിച്ചപ്പോൾ അദ്ദേഹവും മറുപടിയൊന്നും പറയാതെ മിണ്ടാതിരിക്കുന്നു, കരയുന്നു. ഈ കാഴ്ചയാണ് നമ്മൾ കണ്ടത്. ഇപ്പോൾ ഇതാ പ്രതിപക്ഷ നേതാവും ക്ഷുഭിതനായി എഴുന്നേറ്റ് പോകുന്നു. ആ ഒരു സ്ഥിതിയാണ് ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇന്നത്തെ ഈ ഒരു മാധ്യമപ്രവർത്തകരോട് അദ്ദേഹം ഏത് രീതിയിലാണ് പ്രതികരിച്ചത്? നിങ്ങൾ ചോദിച്ച ചോദ്യങ്ങൾക്ക് എങ്ങനെയാണ് അദ്ദേഹം മറുപടി ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് നൽകിയത്? പ്രിയ, കൃത്യമായ ഉത്തരം MK രാഘവന്റെ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട് കൃത്യമായ ഒരു ഉത്തരം പോലും കോൺഗ്രസിന് പറയാൻ ഇല്ല എന്നതാണ് ഇന്നലെ നടന്ന വാർത്താ സമ്മേളനവും ഒപ്പം തന്നെ ഇന്ന് രമേശ് ചെന്നിത്തല നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നിന്നും വ്യക്തമാകുന്നത്. രാവിലെ 11 മണിയോട് കൂടിയായിരുന്നു അദ്ദേഹം കോഴിക്കോട് വാർത്താ സമ്മേളനം വിളിച്ചു ചേർത്തത്. MK രാഘവന്റെ അഴിമതി വീഡിയോ പുറത്തു വന്ന സാഹചര്യവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്കൊന്നും തന്നെ അദ്ദേഹം കൃത്യമായ മറുപടി പറഞ്ഞില്ല. മാധ്യമപ്രവർത്തകർ ചോദ്യം ചോദിക്കുന്ന സമയത്ത് ക്ഷുഭിതനായിരുന്നു ചെന്നിത്തല പ്രതികരിച്ചത്. മറ്റു ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് ഇത് ഉണ്ടയില്ല വെടിയാണ് എന്ന് പറഞ്ഞ് തന്റെ സീറ്റിൽ നിന്ന് ചെന്നിത്തല എഴുന്നേറ്റ് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. കൃത്യമായ MK രാഘവനുമായി ബന്ധപ്പെട്ട് നിരവധി ചോദ്യങ്ങൾ മാധ്യമ പ്രവർത്തകർ ആരാഞ്ഞു. ഒരു ചോദ്യത്തിന് പോലും ചെന്നിത്തല കൃത്യമായ ഉത്തരം പറഞ്ഞില്ല. ചെന്നിത്തല വിളിച്ച വാർത്താ സമ്മേളനത്തിൽ മറ്റു കാര്യങ്ങൾ ഒന്നും തന്നെ MK രാഘവന്റെ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു കാര്യം പോലും പറഞ്ഞില്ല എന്നതാണ് വാസ്തവം. ഈ വീഡിയോയ്ക്ക് പിന്നിൽ എന്താണ് എന്ന സംഭവത്തിന് പോലും കൃത്യമായി മറുപടി പറയാൻ ചെന്നിത്തലയ്ക്ക് കഴിഞ്ഞില്ല. ഇതൊരു ഉണ്ടയില്ല വെടി മാത്രമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. MK രാഘവനെ കോഴിക്കോട്ടുകാർക്ക് അറിയാം എന്ന് പറഞ്ഞ് സീറ്റിൽ നിന്ന് ചെന്നിത്തല എഴുന്നേറ്റ് പോകുന്ന സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇത് എഡിറ്റ് ചെയ്ത വീഡിയോയാണ്, അല്ലെങ്കിൽ ഈ ശബ്ദം MK രാഘവന്റേതല്ല എന്ന് പറഞ്ഞു പോലും പ്രതിരോധിക്കാൻ ചെന്നിത്തല തയ്യാറായില്ല എന്നതാണ് വാസ്തവം. ഏതായാലും ഈ അഴിമതി ആരോപണവുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായി മറുപടി പറയാതെയാണ് ചെന്നിത്തല വിളിച്ചു ചേർത്ത വാർത്താ സമ്മേളനത്തിൽ നിന്നും എഴുന്നേറ്റ് പോയത്. മേഘ, ഇതിനകത്ത് ഈ വാർത്താ സമ്മേളനത്തിനിടയിൽ മാധ്യമപ്രവർത്തകർ ചോദിക്കുന്നുണ്ട്, ഒരു ദേശീയ മാധ്യമം അല്ലേ ഈ വാർത്ത പുറത്തു വിട്ടത് എന്ന്. അപ്പോഴും CPMന് നേരെ ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് CPM ആണ് ഇതിന് പിന്നിൽ എന്ന രീതിയിൽ മറുപടി പറഞ്ഞുകൊണ്ട് ഒഴിഞ്ഞു മാറുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് നമ്മൾ കാണുന്നത്. പ്രിയ, അത്തരത്തിൽ തന്നെയാണ് കാര്യങ്ങൾ. കാരണം ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് കോൺഗ്രസിന് മറുപടി പറയാൻ ഇല്ല എന്നത് തന്നെ വ്യക്തമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് എന്ന തരത്തിലായിരുന്നു മറുപടി. ചോദ്യങ്ങൾക്ക് മുഖം തരാതെ വാർത്താ സമ്മേളനത്തിൽ ഇരിപ്പിടത്തിൽ നിന്നും ചെന്നിത്തല എഴുന്നേറ്റ് പോകുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതൊരു ദേശീയ ചാനലാണ് ഈ വാർത്ത പുറത്തു കൊണ്ടുവരുന്നത്. ദേശീയ ചാനലിന് CPMുമായി എന്താണ് ബന്ധം എന്ന ചോദ്യങ്ങൾക്ക് പോലും അദ്ദേഹം മറുപടി പറയുന്നില്ല. CPM എന്ന വാക്ക് മാത്രം പറഞ്ഞ് കൃത്യമായി തന്നെ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുകയായിരുന്നു ചെന്നിത്തല.
ചെന്നിത്തല. മാധ്യമപ്രവർത്തകർ വീണ്ടും വീണ്ടും ചോദ്യങ്ങൾ ആവർത്തിക്കുന്ന സമയത്ത് ചെന്നിത്തല ക്ഷുബ്ധരാവുന്നതും കാണാമായിരുന്നു. ഏതായാലും ഇത് MK രാഘവന്റെ അഴിമതി വീഡിയോയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യങ്ങൾക്കും കൃത്യമായ മറുപടി നൽകാതെയാണ് ചെന്നിത്തല വാർത്താ സമ്മേളനത്തിൽ നിന്നും എഴുന്നേറ്റ് പോയത്. ശരി, MK രാഘവന്റെ കോഴ വിവാദത്തെക്കുറിച്ച് പ്രതികരിക്കാതെ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യങ്ങൾക്കൊന്നും വ്യക്തമായ മറുപടി നൽകാതെ ക്ഷുഭിതനായി പോകുന്ന പ്രതിപക്ഷ നേതാവിനെയാണ് കാണാൻ കഴിഞ്ഞത്. വിവരങ്ങളാണ് മേഘ നൽകിയത്. BJP സ്ഥാപക നേതാവ് മുരളി മനോഹർ ജോഷി കോൺഗ്രസിലേക്ക്. വാരണാസി സീറ്റ് മുരളി മനോഹർ ജോഷിക്ക് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തതായി സൂചന. പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയായി മത്സരിപ്പിക്കാനും നീക്കം. അതേസമയം മുരളി മനോഹർ ജോഷിയെയും LK അദ്വാനിയെയും അനുനയിപ്പിക്കാൻ BJP ശ്രമം ആരംഭിച്ചു. വിവരങ്ങളുമായി സന്തോഷ് ചേരുകയാണ്. സന്തോഷ്, മുരളി മനോഹർ ജോഷി കോൺഗ്രസിലേക്ക് പോവുകയാണോ? അങ്ങനെ വേണോ കരുതാൻ? മുരളി മനോഹർ ജോഷി LK അദ്വാനിയും BJPയോടൊപ്പം ഇപ്പോൾ ഇല്ല എന്നത് യാഥാർത്ഥ്യമാണ്. നരേന്ദ്രമോദിയുടെ ഏകാധിപത്യത്തിൽ ലോക്സഭാ സീറ്റ് പോലും ഇരുവർക്കും നിഷേധിക്കപ്പെട്ടു. ഇതിൽ മുരളി മനോഹർ ജോഷി കോൺഗ്രസിലേക്ക് എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. കോൺഗ്രസ് നേതാക്കൾ പലതവണ മുരളി മനോഹർ ജോഷിയുമായി ചർച്ച നടത്തി. 2014 വരെ അദ്ദേഹം പ്രതിനിധീകരിച്ചിരുന്ന വാരണാസി ലോക്സഭാ മണ്ഡലം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. സമാജ്വാദി നേതാവ് അഖിലേഷ് യാദവും മുരളി മനോഹർ ജോഷിയുമായി സംസാരിച്ചു. വാരണാസിയിൽ പ്രതിപക്ഷത്തിന്റെ സംയുക്ത സ്ഥാനാർത്ഥിയെ മത്സരിക്കാം എന്നാണ് അറിയിച്ചത്. മോദി എത്തിയതിനെ തുടർന്നാണ് വാരണാസിയിൽ നിന്നും മുരളി മനോഹർ ജോഷി പുറത്താക്കപ്പെട്ടത്. 2019 മത്സരിക്കാൻ മണ്ഡലം പോലും നൽകിയില്ല. ഇതിനെതിരെയൊക്കെ മുരളി മനോഹർ ജോഷി പൊട്ടിത്തെറിക്കുകയൊക്കെ ചെയ്തിരുന്നു. എന്ന് മാത്രമല്ല, അത് ഏറ്റവും അവസാനം മത്സരിച്ച കാൺപൂരിലെ വോട്ടർമാരെ അഭിസംബോധന ചെയ്ത് എഴുതിയ കുറിപ്പും പുറത്തു വന്നു. അതായത് തന്നോട് ജനറൽ സെക്രട്ടറി മത്സരിക്കരുതെന്ന് ആവശ്യപ്പെട്ടു എന്നായിരുന്നു അദ്ദേഹത്തിന്റെ കുറിപ്പിനൊക്കെ BJPയെ വെട്ടിലാക്കിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പ്രതിപക്ഷവുമായിട്ടുള്ള മുരളി മനോഹർ ജോഷിയുടെ ചർച്ച. അദ്വാനിയും ഇതിനിടയിൽ BJP നേതൃത്വത്തെ വിമർശിച്ചുകൊണ്ട് ബ്ലോഗ് എഴുതിയിരുന്നു. ഈ ബ്ലോഗിനെ പിന്തുണച്ച് ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജിയൊക്കെ എത്തിയത് പുതിയൊരു രാഷ്ട്രീയ നീക്കത്തിന്റെ സൂചന നൽകുന്നുണ്ട്. എന്തായാലും ഇരുവരെയും എത്രയും വേഗം അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ BJP ആരംഭിച്ചിരിക്കുന്നു. അദ്വാനിയുമായി ബന്ധം പുലർത്തുന്ന നേതാക്കളാണ് മധ്യസ്ഥ ചർച്ച നടത്തുന്നത്. RSS തലവൻ മോഹൻ ഭഗത് അമിത്ഷയ്ക്ക് അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. ഇത്രയും വേഗം പ്രശ്നം പരിഹരിക്കണമെന്നാണ് ആവശ്യം. കാരണം മുതിർന്ന നേതാക്കളെ ഒഴിവാക്കിയാൽ പിന്നെ പ്രചാരണ രംഗത്ത് RSS അത്ര സജീവമല്ലാതാകും. ഇത് മോദിയുടെ വിജയസാധ്യതയെ തന്നെ ബാധിക്കുകയും ചെയ്യും. പ്രിയ, ശരി, വ്യക്തമാണ് സന്തോഷ് തുടരുക. മറ്റൊരു വാർത്തയിലേക്ക് കൂടി. പാകിസ്ഥാന്റെ F-16 വിമാനം തകർത്തുന്ന ഇന്ത്യയുടെ വാദം അമേരിക്ക തള്ളിയിരിക്കുന്നു. അമേരിക്കൻ സൈനിക വൃത്തങ്ങളാണ് ഈ വാർത്ത തള്ളിയിരിക്കുന്നത്. പാകിസ്ഥാന് നൽകിയ വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടില്ലെന്ന് US പ്രതിരോധ വൃത്തങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരിച്ചത് അമേരിക്കൻ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുകയാണ്. വിവരങ്ങളുമായി സന്തോഷ് സല്ലിംഗ് ചേരുകയാണ്. സന്തോഷ്, എന്താണ് ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? പുൽവാമ ആക്രമണത്തെ തുടർന്ന് രൂക്ഷമായ ഇന്ത്യ പാക് സംഘർഷ സമയത്ത് അതിർത്തി കടക്കാൻ ശ്രമിച്ച പാകിസ്ഥാൻ വിമാനത്തെ തകർത്തു എന്നാണ് ഇന്ത്യ അവകാശപ്പെട്ടിരുന്നത്. അമേരിക്കൻ നിർമ്മിത F-60 വിമാനത്തെയാണ് ഇന്ത്യ തകർത്തതെന്ന് പറഞ്ഞിരുന്നത്. എന്നാൽ ഈ F-60 വിമാനങ്ങളൊന്നും തകർക്കപ്പെട്ടിട്ടില്ല എന്ന് ഇപ്പോൾ അമേരിക്കൻ പ്രതിരോധ വിഭാഗം പറയുന്നു എന്നാണ് US ഒരു മാധ്യമം വ്യക്തമാക്കുന്നത്. അതായത് ഈ വിമാനം തകർത്തു എന്ന ഇന്ത്യയുടെ അവകാശവാദത്തെ തുടർന്ന് പാകിസ്ഥാൻ അമേരിക്കയെ വിമാനങ്ങളൊക്കെ പരിശോധിക്കാൻ ക്ഷണിച്ചിരുന്നു. പാകിസ്ഥാനിലെത്തിയ വിമാനങ്ങൾ അമേരിക്ക എണ്ണി തിട്ടപ്പെടുത്തിയെന്നും ഈ മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. MiG-21 ഉപയോഗിച്ച് അഭിനന്ദൻ വർത്തമാനാണ് പാകിസ്ഥാൻ F-60 വിമാനത്തെ തകർത്തത്. എന്തായാലും പാക് അതിർത്തിക്കുള്ളിൽ വിമാനം വീഴുന്നതിന് സാക്ഷികളുണ്ട് എന്ന് ഇന്ത്യ വിദേശകാര്യ മന്ത്രാലയമൊക്കെ പറഞ്ഞു. എന്നാൽ അതൊന്നും ശരിയല്ല എന്ന നിലപാടാണ് ഇപ്പോൾ അമേരിക്കൻ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നത്. ശരി, പാകിസ്ഥാന്റെ F-16 വിമാനം തകർത്തുന്ന ഇന്ത്യയുടെ വാദം അമേരിക്കൻ സൈനിക വൃത്തങ്ങൾ തള്ളിയിരിക്കുന്നു. പാകിസ്ഥാന് നൽകിയ വിമാനങ്ങളുടെ എണ്ണത്തിൽ കുറവുണ്ടായിട്ടില്ലെന്ന് US പ്രതിരോധ വൃത്തങ്ങൾ പരിശോധിച്ച് സ്ഥിരീകരിച്ചെന്ന് അമേരിക്കൻ മാധ്യമമാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ വിശദാംശങ്ങളാണ് സന്തോഷ് സല്ലിംഗ് നൽകിയത്. ഇടവേള. നടിയെ ആക്രമിച്ച കേസിൽ CBI കോടതിയിൽ പ്രാഥമിക വാദം തുടങ്ങി. രഹസ്യവാദത്തിന് കോടതിയുടെ നിർദ്ദേശം. കേസിനെ പ്രത്യേക സ്വഭാവവും കോടതി പരിഗണിച്ചു. എതിർപ്പുള്ള രേഖകൾ ഒഴികെ പ്രതികൾക്ക് കൈമാറണമെന്ന് കോടതി. വിഷ്ണു പ്രസാദ് ചേരുന്നു വിവരങ്ങളുമായി. വിഷ്ണു, ഇപ്പോഴും വാദം തുടരുകയാണോ? പ്രാഥമിക വിചാരണയാണ് CBI കോടതിയിൽ ഇപ്പോൾ ആരംഭിച്ചിട്ടുള്ളത്. ഇത് രഹസ്യ വിചാരണ ആവശ്യമാണെന്നും നടിയും ആവശ്യപ്പെട്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. വനിതാ ജഡ്ജി വേണമെന്നും രഹസ്യ വിചാരണ നടക്കണമെന്നും നടി കോടതിയെ ആവശ്യപ്പെട്ടിരുന്നു. 6 മാസത്തിനുള്ളിൽ കേസ് പരിഗണിക്കണമെന്ന ഹൈക്കോടതി നിർദ്ദേശവും ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. എന്തായാലും ഇത് അംഗീകരിച്ചുകൊണ്ട് തന്നെയാണ് കോടതി രഹസ്യ വിചാരണയ്ക്കുള്ള അനുമതി നൽകിയത്. എന്നാൽ നടിയെ ആക്രമിച്ച കേസിൽ ദിലീപ് സമർപ്പിച്ച ഹർജി സുപ്രീം കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന ഒരു സാഹചര്യവുമുണ്ട്. എന്നാൽ ഇന്നലെ ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് സുപ്രീം കോടതി
ഈ ഹർജി അടുത്ത മാസം 1 മാറ്റിയിരുന്നു. സംസ്ഥാന സർക്കാർ സമർപ്പിച്ച സംസ്ഥാന സർക്കാരിന്റെ ആവശ്യപ്രകാരമായിരുന്നു ഹർജി മാറ്റിവെച്ചിട്ടുണ്ടായിരുന്നത്. സീനിയർ അഭിഭാഷകന്റെ അസൗകര്യം കണക്കിലെടുത്താണ് സംസ്ഥാന സർക്കാർ സുപ്രീം കോടതിയിൽ ഹർജി മാറ്റിവെക്കാനുള്ള അപേക്ഷ നൽകിയത്. എന്തായാലും അത് പരിഗണനയിലിരിക്കുന്ന കാലം വരെ ഈ ദിലീപിനെതിരെ കുറ്റം ചാർത്തരുതെന്ന് ദിലീപിന്റെ അഭിഭാഷകൻ സുപ്രീം കോടതിയിൽ ആവശ്യപ്പെട്ടു. ഈ ഒരു സംഭവം ഇന്ന് ഇപ്പോൾ വിചാരണ നടക്കുന്ന കോടതിയിൽ ഉയരുകയുണ്ടായി. ഈ സാഹചര്യത്തിൽ പ്രാഥമികഘട്ട വിചാരണ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നതെന്നും എന്നാൽ ഈ ഒരു ഹർജി സുപ്രീം കോടതിയിൽ നിലനിൽക്കുന്ന സാഹചര്യം കുറ്റം ചാർത്തുന്ന ആ ഒരു ഘട്ടത്തിൽ മാത്രം പരിഗണിക്കാമെന്നും കോടതി അറിയിക്കുകയുണ്ടായി. എന്തായാലും ഇനിയുള്ള കോടതി നടപടികളെല്ലാം രഹസ്യമായിരിക്കും. രഹസ്യമായാണ് ഇനിയിപ്പോൾ ഈ ഒരു രഹസ്യ വിചാരണയാണ് ഇനി ഈ കേസിൽ നടക്കാൻ പോകുന്നത്. എന്തായാലും 6 മാസം കൊണ്ട് വിചാരണ പൂർത്തിയാകും എന്ന് തന്നെ വേണം കരുതാൻ. പ്രിയ. ശരി, വിഷ്ണുപ്രസാദാണ് വിവരങ്ങൾ നൽകിയത്.